തമ്പുരയിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും എന്താകും. ഞാൻ രാവിലെ പത്തിരി ഉണ്ടാക്കാനും വേണ്ടി വെള്ളം വെച്ചിരുന്നു. പക്ഷെ നമ്മൾ അധികം ആളില്ല വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ദീനും ദീതും സ്പെഷ്യൽക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടായിരുന്നു പത്തിരി ഉണ്ടാക്കിയത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, പൊടി അടിയിലും പിടിച്ച് അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ കൂട്ടി ചെയ്തപ്പോൾ പിന്നെ ഉള്ളത് ഇങ്ങനെയാണ്. എത്ര പത്തിരി ചുട്ടിട്ടോ ഇത് ശരിയാണില്ല. അപ്പം ഇനി എന്താ ചെയ്യുക വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഫ്ലെയിമൊക്കെ ഓണാക്കി ഇതുപോലെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ, വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഓവർ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പത്തിരിയുടെ പൊടി ഉണ്ടല്ലോ, പച്ചരി പൊടി, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുഴി ആക്കി വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ഓവർ പൊടി ഇട്ടിട്ടില്ല കേട്ടോ, അതുപോലെ ഓവർ വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം നമ്മളുടെ പത്തിരിൻ്റെ പൊടി നേരത്തെ തന്നെ വെള്ളം ഏറി നിൽക്കുകയാണ്. നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ വാട്ടിയെടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു കളറ് കിട്ടാനൊക്കെ വേണ്ടിയാണ്. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നത് എന്തിനാണ്, കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയില്ല. അതുപോലെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു. പിന്നീട് ഇതിലേക്ക് ഒരു പിടി മൈദയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് മൈദ ആഡ് ചെയ്യുന്നത്. പിന്നീട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി കരിഞ്ജീരകം ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സാക്കി ചൂടോടൊക്കെ തന്നെ ഇത് വേണം കുഴച്ചെടുക്കാൻ. അപ്പം അത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നേരത്തെ ഞാൻ വെള്ളമൊക്കെ അധികമായ മാവുണ്ടല്ലോ, അതും ഈ മാവിലോട്ട് കൂട്ടി രണ്ടും മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊക്കെ തൂവി കൊടുത്തതിന് ശേഷം ഇതുപോലെ റോളാക്കി റോളാക്കി കൈയിൻ്റെ ഉള്ളിനോട് വെച്ച് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടിയും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പത്തിരിക്കൊക്കെ പരത്തുന്ന പോലെ കുഴൽ വെച്ച് പരത്തുക. അത് വിചാരിച്ചാൽ അധികം തിന്നാവരുത്, കുറച്ച് കട്ടി വേണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അപ്പം അധികം കട്ടില്ലാത്ത തോതിൽ ഇതുപോലെ പരത്തിയെടുക്കാം. ഞാൻ ആദ്യം വലിയ റൗണ്ടുള്ള പാത്രത്തോണ്ടായിരുന്നു ചെയ്തിന്. അത് വലിയൊരു വട്ടായത് കൊണ്ട് ഞാൻ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഗ്ലാസ് ആദ്യം പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം, വെള്ളമൊന്നും ഒഴിക്കേണ്ട സാധാ പൊടിയിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ പത്തിരിന്റെ മേലെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പും കിട്ടും. അതുപോലെ തന്നെ ഒട്ടിയൊന്നും പിടിക്കില്ല. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓണാക്കി ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് യൂസ് ചെയ്യാം. അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ പത്തിരി ഇട്ട് കൊടുത്തു. അങ്ങനെ അത് ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ വെച്ചും ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിലേറെ ഒരു ടേസ്റ്റ് എനിക്ക് ഈ പൊരിച്ച പത്തിരിക്കാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ എണ്ണയിൽ നിന്നൊക്കെ നല്ലതുപോലെ വാർത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ എന്തൊരു ഈസി ആയിട്ടാണല്ലേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊളായിരുന്നു തന്നെയായിരുന്നു വിചാരിച്ച്. പക്ഷെ സംഗതി എളുപ്പത്തിലുണ്ടാക്കി. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ട് പ്രീവിയസ് വീഡിയോ ഒക്കെ കണ്ട് നല്ലതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസും റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.